ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫോമ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ്. റവയും ഉരുളക്കിഴങ്ങും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അത് തിളക്കാറാവുമ്പോൾ അതിലേക്ക് 3/4 ഗ്ലാസ് റവ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കണം. റവ അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. റവ ഒന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് റവ ഇതിൽ നിന്ന് വേവിച്ചെടുക്കുക. റവയുടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറിയിട്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇതിട്ട് കൊടുക്കണം. ഇത് കുഴക്കാൻ പറ്റിയ അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത്. എന്നിട്ട് ഇത് റവ സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ റവ ഇവിടെ നല്ലവണ്ണം കുഴച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടാറ്റോ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഞാൻ ഇവിടെ 2 പൊട്ടാറ്റോ ആണ് എടുത്തത്. നമുക്ക് തോലൊക്കെ കളഞ്ഞ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് റവയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂന്നാല് പച്ചമുളക് അരിഞ്ഞതാണിത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും, ഒരു 3-4 ചുള വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണിത്. എന്നിട്ട് ഇതൊന്ന് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാൻ. അങ്ങനെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കണം. ഞാനിവിടെ ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് എല്ലാ മസാലയും ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ മാവും നമുക്ക് ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ മാവുകളൊക്കെ റെഡിയായി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കണം.
എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്